ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ട് പ്രസ്താവനകൾ ഇന്ന് രാവിലെ ഓർമ്മപ്പെടുത്താനായിട്ട് പോവുകയാണ്. ഒന്നാമത്തെ പ്രസ്താവന, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? രണ്ടാമത്തെ പ്രസ്താവന, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവനെന്ത് പ്രയോജനം? വളരെ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. നമുക്കറിയാം നമ്മുടെ ഉള്ളിൽ ജീവനുണ്ട്. ജീവൻ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്, പല ആക്ടിവിറ്റീസ് ചെയ്യുന്നത്, ഞാൻ സംസാരിക്കുന്നത്, നിങ്ങൾ കേൾക്കുന്നത്. ജീവൻ നഷ്ടപ്പെട്ടാൽ നമ്മൾ പിന്നെ മൃതപ്രായരാണ്. നമ്മൾ ശവങ്ങളായി മാറുകയാണ്. എന്നാൽ ആത്മാവ് നഷ്ടപ്പെട്ടാലോ? ഒരു മനുഷ്യൻ 3 പാർട്ടാണുള്ളത്. ഒന്നാമത്തെ ഭാഗം നമ്മുടെ സെൻസ് ഓർഗാൻസ് ഇരിക്കുന്ന ഒരു ഫിസിക്കൽ ബോഡി. ആ ബോഡി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ കഴിയത്തുള്ളൂ. നമ്മുടെ ബോഡി മാത്രമാണോ നാം എന്ന് പറയുന്ന വ്യക്തിത്വം? അല്ല. ഇതിനുള്ളിൽ ജീവനുണ്ട്. നമ്മുടെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുമ്പോൾ ലഭിക്കുന്ന ജീവൻ ഈ ഭൂമിയിൽ മരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ജീവൻ നഷ്ടപ്പെട്ടു മാറുക. ജനനം, മരണം, ഇതിനിടയിലുള്ള ഒരു ചുരുങ്ങിയ ജീവിതമാണ് നമ്മുടേത്. ഒരു ചിന്തകൻ പറഞ്ഞതുപോലെ, ജനനം എന്ന 3 അക്ഷരത്തിൽ ആരംഭിച്ച് മരണമെന്ന 3 അക്ഷരത്തിൽ അവസാനിക്കുന്ന ഒരു ജീവിതമാണ് ഭൂമിയിലേത്. ജനനം കഴിഞ്ഞു നമ്മൾ ശൈശവം, കൗമാരം, യൗവനം, വാർദ്ധക്യം. ഈ 3 അക്ഷരങ്ങളിൽ കൂടെ നമ്മൾ മുമ്പോട്ട് കടന്നു പോകുന്നു. ജനനം കഴിഞ്ഞു പഠനം, ഉദ്യോഗം, വിവാഹം, കുടുംബം, മക്കൾ. ഈ 3 അക്ഷരത്തിലൂടെ കടന്നുപോയി മരണം എന്ന 3 അക്ഷരത്തിൽ നമ്മൾ പോയി നിൽക്കുന്നു. മരണത്തോടുകൂടെ എല്ലാം അവസാനിക്കുമോ? ചില ചിന്തിക്കുന്നത് മരണത്തോടെ എല്ലാ പ്രശ്നവും തീരുമെന്നാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ ആൾക്കാർ ജീവിതം ഒടുക്കി കളയുവാൻ ആത്മഹത്യ ചെയ്യുന്നത്. നശിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം തീർന്നല്ലോ. അത് ജീവിതത്തിന് ഒളിച്ചോട്ടമാണ്. എന്നാൽ പ്രിയരെ, നമ്മൾ മനസ്സിലാക്കണം, മരണത്തോടുകൂടെ എല്ലാം അവസാനിക്കുന്നില്ല. നമ്മുടെ ശരീരം നമ്മൾ നശിപ്പിക്കാനായിട്ട് കളയും. എന്നാൽ മരണത്തിനപ്പുറം എന്താണ്? അനേകർ ചിന്തിക്കുന്നു, മരണം കഴിഞ്ഞാൽ എല്ലാ പ്രശ്നം കഴിഞ്ഞല്ലോ, പിന്നെ എന്നാ ഉള്ളത്? ചില വിശ്വാസം ഇങ്ങനെയാണ്, നമ്മുടെ ആത്മാവ് പരബ്രഹ്മത്തിൽ അങ്ങ് ലയിക്കുന്നു, പിന്നെ ഒന്നുമില്ലാതായി മാറും. എന്നാൽ ബൈബിൾ അതിനെക്കുറിച്ച് എന്താ പറയുക? കർത്താവ് എന്താ, നമ്മൾ അപ്പോസ്തലന്മാരെന്താ പഠിപ്പിച്ചത്? അവർ പറയുന്നു, മരണം കഴിഞ്ഞാൽ അവസാനിക്കുന്നില്ല. മരണപ്പുറം ഒരു നിത്യതയിലേക്കാണ് നമ്മൾ പോയി നിൽക്കുക. ഒന്നുകിൽ സ്വർഗീയ നിത്യത, അല്ലെങ്കിൽ നരക നിത്യത. ഈ ഭൂമിയിൽ കേവലം 70 80 കൊല്ലം ജീവിച്ച് അവസാനിച്ച് മുൻപോട്ട് പോകുന്ന ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ എന്ന എപ്പിക്യൂരിയൻ സിദ്ധാന്തം വെച്ച് നമുക്ക് ജീവിക്കാം. എന്നാൽ ദൈവപൈതൽ അങ്ങനെയല്ല മുമ്പോട്ട് പോവുക. അവർ ജീവിക്കുമ്പോൾ അവർക്ക് ലക്ഷ്യമുണ്ട്. ഈ ഭൂമിയിലെ ജീവിതം എൻ്റെ കഴിഞ്ഞാൽ ഞാൻ നിത്യത്തിലേക്ക് ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ജനനം ഈ ഭൂമിയിലേക്ക് വരാനുള്ള വാതിൽ തുറന്നെങ്കിൽ മരണം ഈ ഭൂമിയിൽ നിന്ന് പോകാനുള്ള വാതിൽ തുറക്കുകയാണ്. മരണത്തോടുകൂടെ നമ്മുടെ ശരീരവും ജീവനും മൂന്നായിട്ട് മാറുന്നു. ബൈബിൾ പറയുന്നു, മരണത്തോടുകൂടെ നമ്മുടെ ജീവൻ കർത്താവിൽ മറഞ്ഞിരിക്കുന്നു എന്നും ആത്മാവ് അവനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകുന്നു. സഭാപ്രസംഗിയിൽ ജ്ഞാനിയ ശലോമോൻ പറയുന്നു, പൊടി പണ്ടായിരുന്നതുപോലെ നാം തിരികെ ഭൂമിയിലേക്ക് മടങ്ങിപ്പോകും. ആത്മാവോ നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും.
അപ്പോൾ ആത്മാവിൻ്റെ ഉടമസ്ഥൻ ആരാണ്? നമ്മുടെ ദൈവമാണ്. അപ്പനും അമ്മയിൽ നിന്നും നമുക്കൊരു ശരീരം ലഭിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവൻ ഉളവാകും. കർത്താവിൻ്റെ പ്രസ്താവന ശ്രദ്ധിക്കുക. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും നമുക്കറിയാൻ നേടാൻ കഴിയുകയില്ല. ഈ ഭൂമിയും ഇതിൽ കാണുന്നതെല്ലാം ഒരു വ്യക്തിയുടേതായി മാറുക ഇമ്പോസിബിൾ. ഇൻ കേസ് അങ്ങനെ സംഭവിച്ചു എന്നിരിക്കട്ടെ, സംഭവിച്ചാലും നമ്മൾ ബലപ്പെട്ടൊരു ആത്മാവില്ലേ, അതിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? ജീവനെ നാം തന്നെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? നമ്മുടെ ആത്മാവിന് നിത്യവാസം ദൈവം ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ശരീരം നമ്മൾ മണ്ണിലേക്ക് കളഞ്ഞാൽ ഒരു സ്വർഗീയ ശരീരം ദൈവം നമുക്ക് തന്നു നിത്യയുഗങ്ങൾ ദൈവത്തോടു കൂടെ നമ്മൾ വസിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുക. പ്രിയരെ, നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, തെറ്റായ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കർത്താവ് പറയുന്നു, ഓരോരുത്തരും ശ്രദ്ധിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ ന്യായാസന മുമ്പാകെ വെളിപ്പെടേണ്ട ദിവസമുണ്ട്. കർത്താവ് ഓരോരുത്തരും അവരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും. അപ്പോൾ ഈ ഭൂമിയിലെ ജീവിതത്തെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഓരോ ദിവസവും പല കാര്യങ്ങൾ ചെയ്യുന്നു. എല്ലാം നല്ല കാര്യങ്ങളാണോ ചെയ്യുക? അതോ എല്ലാം തെറ്റായ കാര്യങ്ങളാണോ ചെയ്യുക? അല്ല, കൂടുതലും തെറ്റായ കാര്യങ്ങളായിരിക്കും ചെയ്യുക. എന്നാൽ നല്ല കാര്യം നമ്മൾ ചെയ്യാറുണ്ട്. ഈ ചെയ്യുന്ന പ്രവൃത്തിക്ക് കർത്താവ് ന്യായം വിസ്തരിക്കുമെന്നും അതിന് പ്രതിഫലം നൽകും എന്നും ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഭൂമിയിലെ നമ്മുടെ ജീവിതം ക്ഷണികമാണെന്നും ഓരോരുത്തർക്കും പ്രവൃത്തിക്ക് പ്രതിഫലം ദൈവം തരുന്നു എന്നും നല്ല പ്രവൃത്തിക്ക് വേണ്ട സ്ഥിരത പൂണ്ട് നന്മ പ്രവർത്തിക്കണമെന്നും നമ്മളെപ്പോഴും ദൈവത്തെ സ്നേഹിക്കണമെന്നും ദൈവന പ്രകാരം ജീവിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുക. ഇന്ന് രാവിലെ പ്രബോധനവാക്യം ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ എന്ന് വരെ ഭൂമിയിൽ കാണും എന്ന് നമുക്കൊരറിവില്ല. ഇന്ന് നമുക്ക് ലഭിക്കുന്ന ഭാഗ്യം നാളെ ഉണ്ടോ എന്ന് അറിയുകയില്ല. ഓരോ മിനിറ്റിലും അനേകം മരണങ്ങൾ ഭൂമിയിൽ നടക്കുന്നു. വാർദ്ധക്യമാകാം, രോഗമാകാം, അപകടമരണങ്ങളാകാം, ആത്മഹത്യയാകാം, മറ്റുള്ളവരെ കൊല്ലുന്ന കൊലപാതകത്തിൽ കൂടെയാകാം. ഏത് വിധം നമ്മൾ ഭൂമിയിൽ പോയേ മതിയാകത്തുള്ളൂ. നമുക്ക് ലഭിക്കുന്ന ഈ ആയുസ് നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിച്ചും ദൈവവചനമനുസരിച്ചും നമ്മുടെ ജീവിതം കൊണ്ട് അനേകർക്ക് ആത്മീയ ഭൗതിക മാനസിക സന്തോഷം വരുത്തുന്ന അനുഭവത്തിലും മുൻപോട്ട് ജീവിക്കുവാൻ നമുക്കൊരു പ്രാവശ്യം കൊണ്ട് ദൈവം സമർപ്പിക്കാം. കർത്താവ് പറഞ്ഞതുപോലെ ആത്മാവിനെ നഷ്ടപ്പെടുത്തരുത്, ജീവനെ നഷ്ടപ്പെടുത്തരുത്. ഒരുപക്ഷേ കർത്താവ് നമ്മുടെ മരണത്തിന് മുമ്പേ വരുന്നു എങ്കിൽ നമുക്കൊരു രൂപാന്തര ശരീരം പ്രാപിച്ച് നമ്മൾ കർത്താവിൻ്റെ അടുക്കലേക്ക് എടുക്കപ്പെടും. പ്രത്യാശയുള്ള എല്ലാ ദൈവമക്കളെയും ഓർത്ത് ഇന്ന് രാവിലെ സ്തോത്രം ചെയ്യുന്നു. നമുക്കതിനുവേണ്ടി ഒരുങ്ങാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഞങ്ങൾ സന്തോഷമുള്ള ഹൃദയത്തോട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരും ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെടണം. അവരുടെ ജീവിതത്തെക്കുറിച്ചൊരു വിചിന്തനം ചെയ്യുവാൻ അവരെ ദൈവം ബലപ്പെടുത്തണം. കരങ്ങൾ സമർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.